ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൽഡോറാഡോ ടെക്കി. എൽഡോറാഡോ ടെക്കി എന്ന് പറയുന്ന ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വിൻഡോസിൽ നമുക്ക് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഗൂഗിളിലോട്ട് പോവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗിറ്റ് എന്നടിച്ചു കൊടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന സെർച്ച് ലിസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയും ഗിറ്റ് എന്ന് പറഞ്ഞിട്ട് https://git-scm.com എന്ന് പറയുന്ന ആ മെയിൻ ഇത് തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ലിങ്ക് തന്നെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആയിക്കോളും. ആ ഫയൽ ഡൗൺലോഡ് ആവട്ടെ. അതിൻ്റെ വേർഷൻ അവിടെ കാണിക്കുന്നുണ്ട് 2.47.0 64 ബിറ്റ് വേർഷനാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫയൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വിൻഡോ കാണുന്നതാണ്. അതിൽ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളുടെ ഗിറ്റ് ഇൻസ്റ്റാൾ ആവാൻ പോകുന്നത് എന്നുള്ള ലൊക്കേഷൻ കാണിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് ലൊക്കേഷൻ കൊടുക്കാം. ഞാൻ പ്രിഫേർഡ് ലൊക്കേഷനായിട്ടുള്ള ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന സെയിം ലൊക്കേഷൻ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നെക്സ്റ്റ് കൊടുക്കുക. the folder already exists, would you like to install that to that folder anyway? ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ആ ഫോൾഡർ ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. ഞാൻ യെസ് കൊടുക്കുകയാണ്, കുഴപ്പമില്ല, അതേ ഫോൾഡർ തന്നെ ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. additional icons on the desktop. ഇപ്പോൾ സെലക്ട് കമ്പോണൻസ് എന്നിട്ട് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ അഡീഷണൽ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡീഷണൽ ഐക്കൺസ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെക്ക് ഡെയിലി ഫോർ ഗിറ്റ് എന്താണ് ചെക്ക് ഡെയിലി ഫോർ ഗിറ്റ് ചെക്ക് ഡെയിലി ഫോർ ഗിറ്റ് ഫോർ വിൻഡോസ് അപ്ഡേറ്റ്സ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം കൊടുക്കുന്നില്ല. വിൻഡോസ് ടെർമിനൽ ന്യൂ, അപ്പോൾ അതും കൊടുക്കുന്നുണ്ട്. ഗിറ്റ് വേഷന് വേണ്ടി വിൻഡോസ് ടെർമിനൽ അതും ഞാൻ ന്യൂ എന്നുള്ളതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് ഡോണ്ട് ക്രിയേറ്റ് സ്റ്റാർട്ട് മെനു ഫോൾഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. യൂസ് ഓക്കെ, പിന്നെ ഞാൻ ചൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ലെറ്റ്സ് ഗിറ്റ് ഡിസൈഡ്. ഇതിലൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്താനൊന്നുമില്ല. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതും റെക്കമെൻഡഡ് ആയിട്ടുള്ളതിൽ തന്നെ പോവുകയാണ്. അത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് യൂസ് ബണ്ടിൽ ഓപ്പൺ SSH അതിനെ മതി. ഓക്കെ, അത് നെക്സ്റ്റ് കൊടുത്തു. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. ഇത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇതിലും നെക്സ്റ്റ്, വീണ്ടും ഒരു നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്തു. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ വന്നു. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഫോൾഡറിൽ ആ പാത്തിൽ നമ്മുടെ ഗിറ്റ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. വെയിറ്റ്. അപ്പോൾ ഗിറ്റ് ഇൻസ്റ്റാളായി. ഫിനിഷ് ചെയ്തപ്പോൾ അതേ ഗിറ്റിൻ്റെ ബാഷ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗിറ്റിൻ്റെ ബാഷ് നമുക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓക്കെ, ഇതിപ്പോൾ ഏത് പാത്താണ് എവിടെയാണ് നിൽക്കണം എന്നുള്ളത് നമുക്ക് നോക്കി. ഗിറ്റ് വർക്ക് ആവുന്നുണ്ട്. ഗിറ്റ് ഹൈഫൺ വേർഷൻ
അപ്പോൾ ഗിറ്റിൻ്റെ വേർഷൻ നമുക്ക് കിട്ടി. ഏത് വേർഷനാണ്? 2.47.0 എന്ന് പറയുന്നതാണ്. അതെ, ഇവർ പറഞ്ഞ അതിന് നമുക്ക് വേർഷൻ നമ്മളതിൽ ഇപ്പോൾ ഗിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗിറ്റ് നമ്മളുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി പവർ ഷെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ബക്കറ്റ് നമുക്ക് പവർ ഷെല്ലിലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഗിറ്റ് ബാഷിൻ്റെ ഇതും വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മളവിടെ കൊടുത്തല്ലോ ഗിറ്റ് ബാഷ് കിട്ടാൻ വേണ്ടിയിട്ട് പവർ ഷെല്ലിൽ. അപ്പോൾ അത് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഗിറ്റ് ബാഷ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പവർ ഷെല്ലിൻ്റെ ഇതിൽ തന്നെ പുതിയൊരു വിൻഡോ ആയിട്ട് നമുക്ക് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പവർ ഷെല്ലിൻ്റെ വിൻഡോയിൽ തന്നെ നമുക്ക് ഗിറ്റ് ബാഷ് യൂസ് ചെയ്യാം. Ctrl+Shift+4 എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ Ctrl+Shift+4 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗിറ്റ് ബാഷ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ ഷോർട്ട് കട്ടാണ്. PWD അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പാത്തിലാണ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റ് നമ്മുടെ വിൻഡോസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഗിറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിറ്റിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഗിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിറ്റിൻ്റെ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ് അവിടെ നിന്നും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എത്തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Stay tuned and I will see you in the next video.